ദേ ആ ഫോൺ പിടിച്ചിരിക്കുന്നില്ലേ അതാട്ടോ നമ്മുടെ കല്യാണ പെണ്ണ്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഫുഡ് അടി തന്നെ തുടങ്ങാം. കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ് അടി മെയിൻ ആണല്ലോ. ഇതൊക്കെ അവളുടെ കസിൻസും സിസ്റ്റേഴ്സും ഒക്കെയാണ്. ഇവരുടെ കൂടെ 2 ദിവസം പോയത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അത്രയ്ക്ക് അടിപൊളി വൈബായിരുന്നു. പിന്നെ ഞാനൊരു ഒറ്റ മോളായതുകൊണ്ട് എനിക്കിങ്ങനെ ഒത്തുകൂടുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ദേ വന്നല്ലോ നമ്മുടെ കല്യാണ പെണ്ണ്. ഇവളാരെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതാണ് എൻ്റെ കോളേജ് മേറ്റും ബാച്ച് മേറ്റും റൂംമേറ്റും എന്താ പറയുക, ഏറ്റവും കൂടുതൽ വഴക്കിടവും ഇണങ്ങും പിണങ്ങും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാട്ടോ ഞങ്ങൾ. പക്ഷെ അത്രയും ഇണങ്ങും പിണങ്ങും ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അല്ലെങ്കിലും ഇണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഏത് റിലേഷൻഷിപ്പും സ്ട്രോങ് ആവുന്നേ. വരുവാ ആൻഡ് ദാറ്റ്സ് എ വോയിസ്. അങ്ങനെ നമ്മുടെ കല്യാണ ചെക്കനും എത്തി. കല്യാണം കാണാനായിട്ട് താലികെട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതൊക്കെ അമ്പലത്തിനുള്ളിൽ വെച്ചിട്ടായതുകൊണ്ട് നമുക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിലേക്ക് കേട്ടോ പോയത്. ദേ ഇരിക്കുന്ന കണ്ടോ നമ്മുടെ കല്യാണ പെണ്ണും ചെക്കനും. നമുക്കിനി സദ്യ കഴിക്കാൻ പോവണ്ടേ. നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. 3 ടൈപ്പ് പായസവും പോളിയൊക്കെ ചേർന്നിട്ട് അടിപൊളിയായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വെല്ലൊക്കെ വിളിച്ചിട്ട് പോകുന്ന ആളെയാണ് ദേ ആ കാണുന്നത് കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സമയത്ത് നമ്മുടെ ഫീലിംഗ് എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമാണോ സങ്കടമാണോ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരു വല്ലാത്തൊരു കോംപ്ലക്സ് അവസ്ഥയാണ്. മനസ്സ് നിറയെ ഒത്തിരിയേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ സന്തോഷവും അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് പുതിയൊരു ഐഡൻറ്റിറ്റി സ്വീകരിക്കുന്നതിൻ്റേതായ ഒരു ഭയവും ഒക്കെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് തോന്നുന്നത്. ഞാൻ കരഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. കണ്ണിലൊരു ചെറിയ പൊടി പോയതാ എന്ന് പറഞ്ഞിട്ട് മുഖമൊക്കെ മറച്ചു പിടിച്ച് ദേ പോവുക കേട്ടോ. അങ്ങനെ ശ്രീമോളുടെ കല്യാണവും കൂടി മറവീടിനും പോയി. അവിടെ നിന്ന് ഫുഡും അടിച്ചിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. പറഞ്ഞിട്ടും കഥകൾ തീരുന്നുണ്ടായിരുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പറഞ്ഞിട്ടും തീരാത്തത്രയും കഥകളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.